പക്കുവട, ഒരു അടിപൊളി പക്കുവട ഉണ്ടാക്കിയാലോ? ഇതിന് ഉണ്ടാക്കാൻ ഞാനൊരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം കൂടിപ്പോകാതെ നോക്കണം. അതാണ് കുറച്ച് ഒഴിച്ചത്. ഇപ്പോൾ നമ്മുടെ പക്കോടയ്ക്ക് വേണ്ട പേസ്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു സവാള കഴുകി കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കണം. അതൊന്ന് നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിനൊരു സ്പൂൺ കൊണ്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊരിച്ചെടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയാണ് പൊരിച്ചെടുക്കുക. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കൈ കൊണ്ട് തന്നെ നുള്ളി വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കട്ടി കുറഞ്ഞ പോറ്, അധികം വലുപ്പമായി പോറത്, അധികം ചെറുതായി പോറ്. ഒരു മീഡിയം സൈസിലാണ് ഞാൻ എടുത്തത്. മീഡിയം സൈസ് പക്കുവടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ വെളിച്ചെണ്ണയൊക്കെ വാർന്നു പോയ ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ചെറുങ്ങനെ നുള്ളിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് നുള്ളിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായി വെന്ത് വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇത് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒരു അടിപൊളി സ്നാക്സാണ് ഈ പക്കുവട. അങ്ങനെ നമ്മുടെ പക്കുവട റെഡിയായി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കോമ്പിനേഷനായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ചട്നി ഉപയോഗിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ഉപയോഗിച്ചത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.